സ്നേഹമുള്ളവരെ, നമ്മുടെ തിരുനാളുകളും ആഘോഷങ്ങളൊക്കെ അവസാനിച്ചു കിട്ടാം. ഇനി നമ്മൾ വേറൊരു മൂഡിലാണ്, ഒരു പ്രയർ മൂഡ്. കുറച്ച് നാള് ഇങ്ങനെ ആഘോഷങ്ങളും കുറച്ച് നാള് പിന്നെ ഫുൾ പ്രയറും. ഇതാണോ ശരിക്കും യേശു പഠിപ്പിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് ജെറുസലേം മുഴുവൻ ഇങ്ങനെ പെസഹായുടെ ആഘോഷത്തിലിരിക്കുമ്പോൾ ഈശോയും ശിഷ്യന്മാരെയൊക്കെ കൂട്ടിയിട്ട് ഈശോ പോകുന്നുണ്ട് ഗെത്സമനിലേക്ക്, ഒരു പ്രാർത്ഥനയുടെ മൂഡിലേക്ക്. ഇങ്ങനെ ഈ പ്രാർത്ഥനയിൽ മാത്രം ഇരിക്കല്ലേ പിന്നെ അവിടെ യേശു ചെയ്തത്. ഈശോ അവിടെ നിന്നൊരു യാത്രയുണ്ട് കാൽവരിയിലേക്ക്. അവിടെ അപരന് വേണ്ടി, നമുക്കൊക്കെ വേണ്ടി ഈശോ മരിക്കുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ആഘോഷങ്ങൾ ഇതുപോലൊരു പ്രാർത്ഥനയിലേക്ക് പോകണം. അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥനയുടെ സുഖത്തിലിരിക്കാതെ അവിടെ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രവർത്തനം കൂടി നമുക്കുണ്ടാവണം. അങ്ങനെ നമ്മുടെ ആഘോഷങ്ങൾക്ക് ഒരു ഗെത്സമേൻ അനുഭവവും ഒരു കാൽവരി അനുഭവത്തിലേക്ക് എത്തണം. അപ്പോൾ എങ്ങനെ ഈ നോമ്പ് കാലത്ത് നമുക്ക് തുടങ്ങല്ലേ നമ്മുടെ പ്രാർത്ഥനകളെ ഒരു മറ്റുള്ളവരിലേക്ക് തിരിയുന്ന ഒരു മനോഭാവത്തിലേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോ അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം ആശംസിക്കാം.